السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹമുള്ള പ്രവാസികളായ സഹോദര സഹോദരിമാരെ, ഭൂമിയിലെ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അള്ളാഹു നമുക്ക് ഖൈറ് നൽകുമാറാവട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നു. പടച്ചുറപ്പിന് ശുക്ർ ചെയ്യാൻ പറ്റിയ അടിമകളിൽ അള്ളാഹു നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ധാരാളം ആളുകൾ ഈ കേൾക്കുന്ന കൂട്ടത്തിൽ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഉണ്ട്. എൻ്റെ നല്ലവരായ സഹോദരങ്ങളോട്, ഈ പ്രവാസ ജീവിതം കൊണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലക്ഷക്കണക്കായ കുട്ടികൾ, യതീമുകൾ, മുതഅല്ലിമീങ്ങൾ തൊട്ട് ധാരാളം കുട്ടികളെ വളർത്താനും എത്രയോ സ്ഥാപനങ്ങളെ വളർത്താൻ, ധാരാളം കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ, പാവങ്ങളെ കണ്ണീരൊപ്പാൻ പ്രവാസ ജീവിതം കൊണ്ട്, പ്രവാസികളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നീറുന്ന കൽബുമായി ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് താങ്ങും തണലുമാണ് പ്രവാസികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. എത്രയോ ആലിമീങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. സാദാത്തുക്കൾ പ്രത്യേകമായി പ്രവാസികൾക്ക് ദുആ ചെയ്യുന്നുണ്ട്. കാരണം പ്രവാസികളുടെ രക്തം കൊണ്ട് അവരുടെ ജീവിതത്തിലെ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ പല വിധത്തിലൂടെയായി വലിയൊരു ഭാഗം ദീനിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാൻ എൻ്റെ നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു വരുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, റഹ്മാനായ റബ്ബ് എത്ര അനുഗ്രഹങ്ങൾ നൽകിയാലും ധാരാളം സാധുക്കളെ സംരക്ഷിക്കാനൊക്കെ സാധിച്ചുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരവധി കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, പ്രവാസ ജീവിതം അങ്ങനെ കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയുടെ ചാരത്തേക്ക് വന്നപ്പോ വഴിയിൽ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് നിന്നുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നബിയെ തങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, എന്റെ സിദ്ദീഖേ, എന്റെ ഭൂമി നഷ്ടപ്പെട്ടു. ഞാൻ ഭൂമിയില്ലാതെ മലായികത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ട് ഞാൻ ഇവിടെ നിന്നതാണ്. നബിയെ, ആ കാണുന്നത് വെള്ളമല്ലേ? 2 കാലങ്ങോട്ട് എടുത്തു വെച്ചാൽ വെള്ളത്തിന്റെ അരികിലേക്കല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, എന്റെ സിദ്ദീഖേ, 2ാമത്തെ കാലെടുത്ത് വെക്കൽ പോയി, 1 കാലങ്ങോട്ട് എടുത്തു വെക്കുമെന്ന് പറയാൻ ആർക്കെങ്കിലും വല്ല ഉറപ്പുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബിയെ, 1 കാല് പോലും എടുത്തു വെക്കാൻ ഒരു മനുഷ്യന് പറയാനുള്ള അർഹതയില്ല എന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ കണ്ണീരൊടുക്കിയെങ്കിൽ, എന്റെ പ്രവാസികളായ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏത് സമയത്തും എവിടെ വെച്ചും ഈ നമ്മുടെയും സ്ഥിതി ഇത് തന്നെയാണ്. എപ്പോഴും മരിക്കാം. പക്ഷേ ആ സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം നേടണം. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളിൽ പല ആളുകളുടെയും ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടാവും. പല ആളുകളുടെയും മാതാപിതാക്കൾ പള്ളിപ്പറപ്പിൽ കിടക്കുന്നുണ്ടാവും. ഏറ്റവും വലിയ വിജയം കിടക്കുന്നത് മന്ദആലി അബൂഹി ഫീ കുല്ലി യൗമിൻ 5 മർറാത്ത്, 5 പ്രാവശ്യം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഏതൊരു പ്രവാസിയായ സഹോദരനും ഒരു സഹോദരിക്കും അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കും. കടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും, രോഗങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. മാതാപിതാക്കൾ ഈ ഭൂമി ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ലോകത്ത് പറിച്ചെടുക്കുന്നത്. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തെ
തെറ്റ് നമ്മുടെ ബാധ്യതയാണ്. ആ പാപങ്ങൾ ഉള്ളപ്പോൾ അവരെ കുറിച്ച് അറിയില്ല. ആ പാപങ്ങൾ നഷ്ടപ്പെട്ടാലേ നമുക്ക് അവരെ കുറിച്ച് അറിയുകയുള്ളൂ. അതുകൊണ്ട് 5 പ്രാവശ്യം മാതാപിതാക്കൾക്ക് വേണ്ടി നല്ലവണ്ണം ദുആ ചെയ്യുക. എന്റെ സഹോദരങ്ങളോട്, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ഇന്ന അഅ്ലമസ്സുനൂബി ഇൻദല്ലാഹി അയ്യമൂത റജുലുൻ അലൈഹി ദൈനുൻ. അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ കടത്തോടുകൂടെ മരിക്കുന്ന മുസ്ലിമാണ്, കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യനാണ്. എന്റെ പ്രവാസി സുഹൃത്തുക്കളെ, കടം വാങ്ങാൻ ഒരു പേടിയുമില്ലാത്തൊരു കാലമാണ്. കടം വാങ്ങിയാൽ കൊടുക്കാതെ നടക്കാൻ അത്രയും പേടിയില്ല. മാത്രമല്ല, അവധി തെറ്റിയിട്ട് അവധി എത്തിയാൽ ഫോൺ ഓഫാക്കി മൊബൈൽ ഓഫാക്കി നടക്കാൻ തീരെയും പേടിയില്ലാത്തൊരു കാലത്തിലാണ് നാം ഇത് ചിന്തിക്കേണ്ടത്. ഏറ്റവും അഥവാ സംഭവിച്ചു പോയാൽ നമ്മുടെ തറവാട്ടിൽ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടി നമ്മുടെ കടം വീട്ടാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തുക. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഓതിപ്പടിച്ചു പോയ ഒരു മുതഅല്ലിമ മരിച്ചിട്ട് സ്വഹാബികളൊക്കെ തിങ്ങിക്കൂടിയ സമയത്ത് റസൂലുള്ള മയ്യത്ത് നിസ്കരിക്കാൻ വന്നില്ല. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അവിടുത്തെ മുതഅല്ലിം ശിഷ്യനല്ലേ? സ്വഹാബികളെ, ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ കടമുണ്ട്. കടത്തോടുകൂടെ മരിച്ചവന് വല്ലാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കാനില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരനാണ്, എത്ര കടമുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടാം നബിയെ. ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം എത്രയുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടാം നബിയെ. റസൂലുള്ളാഹി വന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ സ്വഹാബത്ത് ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഹംസത്തുൽ കറാറിനെ പോലെ കരണ് പോലും ദീനിന് വേണ്ടി സമർപ്പിച്ചു. സുമ്മ ആശ സുമ്മ കുത്തില, സുമ്മ ആശ സുമ്മ കുത്തില. 7 പ്രാവശ്യത്തോളം ഷഹീദായി മരിച്ചു, വീണ്ടും ജീവിക്കുകയാണ്. ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയെ? റസൂലുള്ളാഹി കൊടുത്ത മറുപടി, കടമുണ്ടോ പ്രയാസമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, കടമുള്ളവർ 80% ചിലപ്പോൾ ഇത് കേൾക്കുന്നവർ കടമുള്ളവരായിരിക്കും. ഞാൻ അവരെ വേദനിപ്പിക്കാനല്ല, ബുദ്ധിമുട്ടിക്കാനല്ല. അഥവാ വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തറവാട്ടിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ നമ്മുടെ കടം വിട്ടാൻ? മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര കടമുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി 5 പ്രാവശ്യം ഖൽബ് നൊന്ത് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് അവരുടെ പൊരുത്തം നേടിയെടുക്കുക, അവരുടെ പൊരുത്തം സമ്പാദിക്കുക. കൂട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, ഹമ്മുകള്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കാനുള്ള നല്ലൊരു വഴിയാണ് സ്വന്തം അവരവരുടെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ കൂട്ടുകാരിൽ കല്യാണം കഴിച്ച സഹോദരങ്ങൾ അവരുടെ ഭാര്യമാരോട് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് റാഹത്തുള്ളൊരു ജീവിതം. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമലാണ്. ഭാര്യയോട് തമാശ പറയുന്നത് റഹ്മത്താണ്. സ്വന്തം ഭാര്യയോട് തമാശ പറയുന്നത് നസലത്ത് ബിഹിർ റഹ്മാൻ. ഭാര്യമാരോട് എപ്പോഴും സന്തോഷം പ്രകടിപ്പിച്ച്, ഭാര്യമാർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യാതെ ഒരു ഭർത്താവ് ഉറങ്ങിപ്പോകരുത് എന്നൊരു ബോധം എന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവണമെന്നും, പ്രത്യേകിച്ച് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസി സഹോദരിമാരോട്, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റു പുരുഷന്മാരെ പ്രേമിച്ചും മറ്റു പുരുഷന്മാരെ നെഞ്ചിലേറ്റിയും സ്വന്തം ശരീരത്തെ ഭർത്താവറിയാതെ മറ്റു പുരുഷന്മാർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ പെരുകിയ കാലമാണ്, വർദ്ധിച്ച കാലമാണ്. എന്റെ പെങ്ങളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തന്റെ റൂമിലേക്ക് പ്രവേശനം കൊടുത്താൽ ആ പെൺകുട്ടി ഈമാൻ കിട്ടിയിരിക്കാൻ പ്രയാസമാണ്. ആ പെൺകുട്ടി വെള്ളം കിട്ടാതെ വെള്ളം കുടിച്ചു മരിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല, ഹയ്യത്തൻ അക്റബ, പാമ്പുകളും തേളുകളും ഒന്ന് കൊത്തുവിളിക്കേണ്ട ഗതി. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പുഴുക്കളരിച്ചിട്ടേ അല്ലാഹു ആ പെൺകുട്ടിയെ മരിപ്പിക്കുകയുള്ളൂ. പുഴുക്കളരിച്ചിട്ടേ അല്ലാഹു തആല ആ പെൺകുട്ടിയെ മരിപ്പിക്കുകയുള്ളൂ എന്നുള്ള ആ ബോധം എന്റെ പെങ്ങളെ, ഒരിക്കലും നിങ്ങളെപ്പോലെ എത്രയോ പെൺകുട്ടികൾ ജീവിതത്തിൽ ഗൾഫ് കാണാത്തവരുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് ഭാര്യയുമൊത്ത് റാഹത്തുള്ള ജീവിതം കാഴ്ചവെക്കണമെന്ന് പറഞ്ഞ് പോയി, നിങ്ങളെ കൊണ്ടുപോയി. നിങ്ങളെങ്ങാനും ഭർത്താവിനെ വേദനിപ്പിച്ചാൽ, ഭർത്താവിനെ ചതിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ലെന്നും വലിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റിയ സമയമല്ല, വല്ലാത്ത പരീക്ഷണങ്ങൾ നൽകുമെന്ന്. വല്ലാത്ത പരീക്ഷണങ്ങൾ
അല്ലാഹു തആല വലിയ പരീക്ഷണങ്ങൾ നൽകുമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തി. എൻ്റെ നല്ലവരായ ഈമാനുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല അർഹമുർ റഹീമീനായ റബ്ബ് വലിയൊരു പരീക്ഷണം നൽകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഞാൻ എൻ്റെ പെങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഈമാനുള്ള നല്ലവരായ സഹോദരങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. എൻ്റെ ഈമാനുള്ള സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിനെ മാത്രം സ്നേഹിച്ച്, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി ഭർത്താവിനെ സ്നേഹിച്ച് മരിക്കണം എന്ന് കുതിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെ ചതിച്ച് മറ്റു പെൺകുട്ടികളെ സ്നേഹിച്ച്, മറ്റു പെൺകുട്ടികളെ വേറെ നിലക്ക് സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് മറ്റു പെൺകുട്ടികളെ കൂടെ നടക്കുന്ന ഒരുപാട് ശുക്ർ കാണിക്കാത്ത പുരുഷന്മാരുമുണ്ട്. മനുഷ്യ, ആഖിബത്ത് കേടുവരുമെന്നും ആഖിറം നഷ്ടപ്പെടുമെന്നും ദുനിയാവിൽ അല്ലാഹു തആല മൂത്രത്തിൽ കിടത്തി പരീക്ഷിക്കുമെന്നും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. വലിയ അപകടമാണ്. സ്വന്തം ഭാര്യയെ ചതിച്ച് ഏതെങ്കിലും പെൺകുട്ടികളുമായി ഒരു ബന്ധം സ്ഥാപിച്ച് നടക്കുന്ന ഒരാളെയും അല്ലാഹു നല്ല നിലക്ക് മരിപ്പിക്കുകയില്ല. ആ ബോധമുണ്ടാവണമെന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തി ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമ്മുടെ ഉമ്മയും ബാപ്പയും ഭാര്യയും മക്കളും കുടുംബങ്ങളും അവരോടൊക്കെ ഒരു നല്ല റാഹത്തുള്ള ജീവിതം കാഴ്ചവെക്കണമെന്നും ആരോടും ഒരു പഴക്കവുണ്ടാവരുതെന്നും ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് നിങ്ങളോട് അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഒരുങ്ങിയത് ഒരു പ്രധാന കാരണം, ഞാൻ ഇതിലേക്ക് സാധാരണ ക്ലാസ് റൂമിൽ വന്ന് പ്രസംഗിക്കാറില്ല. ഏതെങ്കിലും ഭാഗത്ത് പ്രസംഗിക്കുമ്പോൾ പഠിച്ചുകൊണ്ടല്ലാതെ ക്ലാസ് റൂമിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ഒന്ന് എനിക്കത് അറിയില്ല. എനിക്ക് ആ രൂപം എന്റെ പഴയ കൂട്ടുകാരും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കിയിട്ടുണ്ട്. അത് എനിക്ക് സാധിക്കാറില്ല. ഒറ്റയ്ക്കിരുന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂമുകളൊക്കെ വന്ന് ഇത് വലിയൊരു ഉപകാരമാണ്. ഈ ക്ലാസ് റൂമുകളിൽ നിശ്ചയത്തിൽ വലിയ ഫലം ചെയ്യും. എത്രയോ ഉസ്താദുമാർ, എത്രയോ സുഹൃത്തുക്കൾ ഞാനത് കേൾക്കാറുണ്ട്. ക്ലാസ് റൂമിൽ വെച്ച് നല്ല നല്ല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ ക്ലാസ് റൂമുമായി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഉസ്താദുമാർ, അല്ലാഹുവർക്കൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. വലിയൊരു ദീനി ദഅവയാണ് നടക്കുന്നത്. എനിക്കത് ആഗ്രഹമുണ്ട്, പലപ്പോഴും സാധിക്കാറില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസികളായ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളോട്, പെങ്ങന്മാരോട് ഒരു വലിയ അത്യാവശ്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക. എൻ്റെ സഹോദരിമാരെ, ഒരു നിർണായക ഘട്ടം തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും കാരുണ്യ പ്രവർത്തനം ചെയ്യേണ്ട കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട് നിറഞ്ഞു കിടക്കുന്ന മക്കൾക്കൊരു ജീവിതം ഉണ്ടാക്കുക എന്നുള്ളത്. വീട് നിറഞ്ഞു കിടക്കുന്ന ഒരുപാട് പാവങ്ങൾ, 28, 40, 45 വയസ്സ്. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, 40 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയോട് ഈ അടുത്ത് ആ വീട്ടിൽ പരിചയമുള്ള വീടാണ്. ആ പെൺകുട്ടിയോട് അറിയാതെ വീട്ടിൽ വെച്ചെന്ന് ആ പെൺകുട്ടിയുടെ ഉമ്മ ഉണ്ട്, ഉമ്മയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, നിനക്കെത്ര മക്കളാണ്? ഉടൻ തന്നെ ആ പെൺകുട്ടി അങ്ങ് കരഞ്ഞു പോയി. ആ ഉമ്മയും കരഞ്ഞു. അപ്പൊ ഉമ്മ പറയാ, അവൾക്കൊരു കെട്ടിച്ചു വിട്ടിട്ടില്ല. 45 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടില്ല. ആ ഉമ്മ കണ്ണീരോടെ പറഞ്ഞു, ബാപ്പ ഉണ്ടായിരുന്നു, ഒരു ചെറിയ നാട്ടുജോലിക്കാരനാണ്, പച്ച പാവമായിരുന്നു. അന്ന് 3 പവൻ കിട്ടിയാൽ എന്റെ മോൾക്കൊരു ജീവിതം ശരിയാകുമായിരുന്നു. കഴിവിന്റെ പരമാവധി എന്റെ ഈ മോളെ ഉപ്പ എല്ലാ സ്ഥലത്തും പോയി കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. 3 പവൻ ഒക്കാത്തത് കൊണ്ട് എന്റെ മോളെ ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരങ്ങളെ ആ ഉമ്മന്റെ ഒരു കരച്ചില്. ആ പെൺകുട്ടിയെ ഇനി എന്ത് ചെയ്യും? 45 വയസ്സ് കഴിഞ്ഞു. നമ്മെപ്പോലെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെണ്ണാണ്. ഒരു ജീവിതമില്ല. അതിന്റെ താഴെ കുറെ പെൺകുട്ടികളുണ്ട്. അവർക്ക് 5 പവൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കല്യാണ ജീവിതം കിട്ടും. അതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ നമ്മുടെ നേതൃത്വം, നമ്മുടെ നാട്ടിലെ ജില്ലയിലെ എല്ലാ ഉലമാക്കളും ഉമറാക്കളും കൂടി ഏറ്റെടുത്തുകൊണ്ട് കല്യാണം കഴിച്ചുവിടാ എന്ന് വിചാരിച്ചു. 5 പവൻ കൊടുത്ത്. മാത്രമല്ല, ധാരാളം ആളുകൾ കൊച്ചിമുച്ചിയിലെ അദ്ദുക്കയുടെ മോളെ പോലെ
ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ 10-20 കൊല്ലമായി കുറ്റിമുച്ച് അതൊക്കെ കൊല്ലപ്പെട്ടിട്ട്. അദ്ദേഹത്തിന്റെ ഒരു മോളുമുണ്ട്. അങ്ങനെ ഒരു 4 കുട്ടികൾ 5 പവൻ കൊടുത്ത് ഒരു കല്യാണം ശരിയാക്കി വിടാമെന്ന, ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടെ അവിടുത്തെ ഉമറാക്കും ഉസ്താദുമാരൊക്കെ ഒരുമിച്ചുകൂടി. ഞാൻ എൻ്റെ മനസ്സറിയുന്ന, വേദന വരുന്ന, മനസ്സറിയേണ്ടുന്ന ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇറങ്ങിയപ്പോഴാണ് സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിലെ കണ്ണീരൊഴുക്കി നടക്കുന്ന നമ്മെപ്പോലെയുള്ള ജീവികളാണ്, ഒരുപറ്റം ജീവികളെ കാണേണ്ടി വരുന്നത്. 5 കുട്ടികൾ 10 പോയി, അത് 20, ഇപ്പൊ 40 കുട്ടികൾ, 31 കുട്ടികൾ തികഞ്ഞ്. എല്ലാവർക്കും പുതിയാപ്പ ശരിയായിട്ടുണ്ട്. ഒരു താലൂക്കിലെ കഥകളാണ്. എല്ലാവർക്കും പുതിയാപ്പ. കോടികളുണ്ടെങ്കിലും പുതിയാപ്പ ഒത്തില്ലെങ്കിൽ ഒരു ജീവിതം ശരിയാക്കാൻ കഴിയില്ലല്ലോ. അതേ സ്ഥാനത്ത് 40 കുട്ടികൾക്ക് പുതിയാപ്പിള ശരിയായി എന്നുള്ളതാണ് ഒരു വല്ലാത്ത സന്തോഷകരമായ രംഗം. ഉസ്താദുമാരും സാദാത്തുക്കളും അതറിഞ്ഞ് കൺകുളിർമയായി മാർച്ച് 5-ാം തീയതി 40 പാവങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കുകയാണ്. 5 പവൻ കൊടുത്ത 40 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ നല്ലവരായ സഹോദരങ്ങളോട്, വെറും ഒരു നല്ല സഹോദരൻ, ഒരു വലിയ പാവപ്പെട്ട കുടുംബം, അഥവാ വലിയ ആ നാട് വന്ന് കണ്ട് കൽബ് പൊട്ടിയ ഒരു കുടുംബം, 8 പാവങ്ങൾക്ക്, 10 കുടുംബങ്ങൾക്ക് ഒരു വടി ഉണ്ടാക്കാമെന്ന അവസ്ഥയിൽ വന്നു. അതിപ്പോ 40ലേക്ക് എത്തിയിരിക്കുകയാണ്. വല്ലാത്ത വിഷമം, കൽബ് നൊന്ത ഒരവസ്ഥയിലാണ്, പറയാൻ പറ്റാത്തൊരവസ്ഥയിലുമാണ്. ഈ 20ന്റെ ശേഷമുള്ളവർ അടുത്ത കൊല്ലം കഴിച്ചുവിടാമെന്ന നീയത്തിൽ ഇറങ്ങി തിരിച്ചു നോക്കുമ്പോ പഴയ ആളുകളുടെയും പഴയ സഹോദരിമാരുടെയും ബാപ്പ പല രോഗത്തിലാണ്, ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്. ഒരു കുട്ടി ഉമ്മയില്ല, ബാപ്പയില്ല, 10-28 വയസ്സായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? മാതാപിതാക്കളില്ല, ഒരാങ്ങളില്ല കുട്ടിയെ സംരക്ഷിക്കാൻ. 28 വയസ്സും കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലെ ഉമറാക്കൾ പറഞ്ഞ് 5 പവൻ കിട്ടിയ ആ കുട്ടിക്കൊരു കല്യാണം കൊടുത്ത് ജീവിതം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അള്ളാഹു തൗഫീലാക്കിയിട്ട് ഒരു ജില്ലയിലെ പാവങ്ങളങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട്, എന്റെ പെങ്ങളോട്, 200 പവൻ ഉണ്ടെങ്കിൽ 40 കുട്ടികൾക്കൊരു ജീവിതം കിട്ടും. 200-250 പവൻ കൊടുത്ത് ഒരു കുട്ടിയെ കെട്ടിക്കുന്ന കാലമാണ്. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഇറങ്ങിച്ചെന്നാൽ കൽബ് പൊട്ടുന്ന വാർത്തകളാണ് അതിന്റെ പിന്നിലുള്ളത്. മാർച്ച് 5-ാം തീയതി നടന്നില്ല എങ്കിൽ അച്ഛന്മാര് മിഷനറി പ്രവർത്തനം നല്ല നടക്കുന്ന ഒരു ഭാഗമാണ്. മാർച്ച് 5-ാം തീയതി ഗൂഡല്ലൂരിൽ 40 കുട്ടികൾക്ക് പാടന്തറ മർക്കസ്, നീലഗിരി ജില്ലയുടെ ഒരു ആസ്ഥാനമാണ്, പാവങ്ങളുടെ ഒരു അത്താണിയാണ്, പാവങ്ങളുടെ ഒരു താങ്ങും തണലുമാണ്. 40 കുട്ടികൾക്ക് 5-ാം തീയതി ഉറപ്പിച്ച് അന്ന് നിക്കാഹ് നടന്നില്ലെങ്കിൽ ഈ സമുദായത്തിന് വിഷമമാണ്, മുസ്ലിം സമുദായത്തിന് വിഷമമായി പോകുമെന്നല്ല, വലിയ പ്രയാസം തന്നെയാണ്. നടന്നു കഴിഞ്ഞാൽ ആ ജില്ലയിലെ പെൺകുട്ടികൾക്ക് ഈമാം പഠിക്കും, നടന്നില്ലെങ്കിൽ പെൺകുട്ടിയുടെ ഈമാം പഠിച്ചു പോകും, പല ആളുകളും വലവീശി കൊണ്ടുപോകും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട്, ധാരാളം കടമുള്ളവരുണ്ടാവും, വിഷമങ്ങളുള്ളവരുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങളും വിഷമങ്ങളും തീർന്നിട്ട് ഈ രംഗത്തൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷമം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ദീനിന് വേണ്ടി ഒരു അപേക്ഷ നടത്തുകയാണ്. 1 പവൻ കൊടുത്തിട്ട് 200 ആളുകൾ ഓരോ പവൻ നൽകിയ 40 കുട്ടികൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയും. ഓരോ പവൻ ഇത് കേൾക്കുന്ന എന്റെ രക്തങ്ങളായ ആഖിറത്തിലേക്കുള്ള ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളും സഹോദരിമാരും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് 1 പവൻ, ഒറ്റ പവൻ ദീനിന് വേണ്ടി കൈനീട്ടുകയാണ്. 1 പവൻ നൽകി ഈ നിർണായക ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം, ആ ജില്ലയിലെ പാവങ്ങളെ സഹായിക്കണം. പാവപ്പെട്ട ഉസ്താദുമാരും ഉമറാക്കളും ഇറങ്ങിത്തിരിച്ചു. ആ സാധുക്കളെ നിങ്ങൾ സഹായിച്ച് മാർച്ച് 5-ാം തീയതി അഭിമന്യരായ ശൈഖുനെ തന്നെ വന്നിട്ട് 40 കുട്ടികൾക്കൊരു ജീവിതം നൽകുമ്പോ നിങ്ങളുടെ ഒരു ചെറിയ സഹായം, 1 പവന് അള്ളാഹു നിങ്ങളെ കുടിക്കില്ല. ഞങ്ങൾക്ക് നൽകാനുള്ളത് 300 ചില്ലാനം പാവങ്ങളെ ഇരുത്തി കൽബ് നൊന്ത് ദുആ ചെയ്യിപ്പിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, 6 ലക്ഷത്തോളം രൂപ എല്ലാ മാസം ഉണ്ടാക്കി 300 ചില്ലാനം കുട്ടികളെ ചേർക്കുകയാണ്. ഒരു വരുമാന വഴിയുമില്ല. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു രംഗം വന്നതും 40 കുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ടൊരു അവസ്ഥ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട മോമിനിങ്ങളെ, ഒരു നിർണായക ഘട്ടമാണ്. അതുകൊണ്ട് ഇത് സമുദായത്തിന്റെ ഒരു ആവശ്യമെന്ന നിലയ്ക്ക് ഇറങ്ങിത്തിരിച്ചതാണ്. നിങ്ങളൊരു നല്ല സഹായം ദീനിന് വേണ്ടി നൽകണേ എന്ന്
ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നൽകും. നിങ്ങളെല്ലാവരും എന്റെ രക്തങ്ങൾ ആത്മാർത്ഥമായി അസ്മാഉൽ ബദർ ചൊല്ലിച്ച് മുഴുവൻ കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഈ നിർണായക ഘട്ടത്തിൽ ഒരു സഹായം, പുതിയാപ്പിള 40 പേർക്ക് ശരിയായത് കൊണ്ടാണ് ഇത്രയും വലിയ വിഷമകരമായ അവസ്ഥയിൽ പറയുന്നത്. വടികളൊന്നുമായിട്ടില്ല, പകുതി പോലും സംവിധാനം ഒത്തിട്ടില്ല. അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു വലിയ സഹായം ചെയ്ത് ഒരു പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിങ്ങളും പങ്കാളികളാവണേ എന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു സമയവും ക്ലാസ് റൂമിൽ ഞാൻ വരുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഇതിന് വേദി ഒരുക്കി തന്ന എന്റെ സഹോദരങ്ങൾക്ക് അല്ലാഹു റഹ്മത്തും ബറക്കത്തും കൊടുക്കട്ടെ എന്നും, സഹായിക്കുന്ന എല്ലാവർക്കും, എന്റെ സഹോദരിമാർ ഈ ശബ്ദം കേൾക്കുന്ന 50 പവനും 100 പവനുമൊക്കെ അള്ളാഹു അനുഗ്രഹിച്ച എന്റെ പവന്മാര് കേൾക്കുന്നുവെങ്കിൽ, മോളെ എന്റെ സഹോദരി, നിങ്ങളെപ്പോലെ രക്തവും മജ്ജയും മാംസവുമുള്ള 28, 30, 35 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ കുറിച്ചാണ് ഈ 40-ൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വളയോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ ഞാനൊരു വള കൊടുത്തിട്ട്, ഒരു പവന്റെ ഒരു വള കൊടുത്തോ, അത് ഉപയോഗിച്ചതോ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് കേടുവന്ന് കിടക്കുന്നതോ എന്തോ ആവട്ടെ, പൊട്ടിക്കിടക്കുന്ന ഒരാഭരണമെങ്കിലും ഈ സമയം കൊടുത്തിട്ട് ഈ പാവപ്പെട്ട നാട്ടിലെ മോമിനിങ്ങളെ സഹായിക്കണേ എന്ന് എന്റെ പെങ്ങളോട് ദീനിന് വേണ്ടി നിങ്ങളോട് ഒരപേക്ഷ നടത്തി. എല്ലാവരും ഞങ്ങൾക്ക് ദുആ ചെയ്യണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾ ഒരു വിഷമം വരുമ്പോ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് നല്ല ദുആ ചെയ്യിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങളെ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.